BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. മലപ്പുറത്ത് സെറിബ്രൽ പാൾസി ബാധിച്ച മകളെ വെള്ളത്തിൽ മുക്കിക്കൊന്ന മാതാവ് ജീവനൊടുക്കി. മലപ്പുറം എടപ്പാൾ മാണൂരിൽ സെറിബ്രൽ പാൾസി ബാധിച്ച മകളെ വെള്ളത്തിൽ മുക്കിക്കൊന്ന മാതാവ് ജീവനൊടുക്കി. മാണൂർ പുതുക്കൊടിയിൽ അനിതകുമാരി, മകൾ അഞ്ജന എന്നിവരാണ് മരിച്ചത്. പൊന്നാനി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് സംഭവം. പ്രദേശവാസികളാണ് അനിതയെ വീടിന് മുൻപിലെ മരത്തിൽ തൂങ്ങിയ നിലയിൽ കണ്ടത്. നാട്ടുകാർ വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ വീട്ടുമുറ്റത്ത് ഡ്രമ്മിലെ വെള്ളത്തിൽ മകളെ മുക്കിക്കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. എടപ്പാൾ ഹോസ്പിറ്റലിൽ ജീവനക്കാരനായ മകൻ അജിത് രാത്രി ജോലിക്ക് പോയിരുന്നു. അനിതയുടെ ഭർത്താവ് ഗോപാലകൃഷ്ണൻ ഒരു മാസം മുൻപാണ് മരിച്ചത്. ഭർത്താവിന്റെ മരണം അനിതയെ മാനസികമായി തളർത്തിയിരുന്നു. മകൾക്ക് നടക്കാൻ പോലും കഴിയുമായിരുന്നില്ല. പോലീസെത്തി സംഭവത്തിൽ അന്വേഷണം തുടങ്ങി. ഫോറൻസിക് അടക്കമുള്ള സംഘവും പരിശോധന നടത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ശബരിമലയിലെ കെമിക്കൽ കുങ്കുമം വിൽപ്പന. വീട്ടിൽ കുട്ടിയും ഭാര്യയുമുണ്ടെങ്കിൽ അവരുടെ ദേഹത്ത് തേച്ചാൽ മതി. ഹൈക്കോടതി. ശബരിമലയിലെ രാസവസ്തുക്കളടങ്ങിയ കുങ്കുമമല്ല വിൽക്കുന്നതെന്ന് തെളിയിച്ചാൽ വിൽപ്പനയ്ക്ക് അനുമതി നൽകുമെന്ന് ഹൈക്കോടതി. വീട്ടിൽ കുട്ടിയും ഭാര്യയും ഉണ്ടെങ്കിൽ അവരുടെ ദേഹത്ത് തേച്ചാൽ മതി. അപ്പോൾ ബുദ്ധിമുട്ടറിയാമെന്ന് കോടതി പരാമർശം. കുങ്കുമം വിൽപ്പന നിരോധനം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട ഹർജിയിലാണ് പരാമർശം. രാസവസ്തുക്കൾ അടങ്ങിയ കുങ്കുമമല്ല വിൽക്കുന്നതെന്ന് ഹർജിക്കാർ വാദിച്ചു. കോടതിക്ക് മുഖ്യം ശബരിമലയിലെ പരിസ്ഥിതി പ്രശ്നങ്ങൾ, ഭക്തരുടെ ആരോഗ്യം എന്നിവയാണെന്നും കോടതി പറഞ്ഞു. വാണിജ്യ താൽപര്യം കോടതിക്ക് പരിഗണിക്കേണ്ടതില്ലെന്നും രാസകുങ്കുമം വിൽക്കുന്നവരുടെ കുത്തക ലൈസൻസ് റദ്ദാക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. രാസകുങ്കുമ നിരോധനം ചോദ്യം ചെയ്ത് കുത്തക ഹോൾഡർ ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് മുന്നറിയിപ്പ്. പ്രകൃതിദത്തമായ കുങ്കുമം വിൽക്കുന്നതിന് വിലക്കില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. രാസകുങ്കുമം യാതൊരു കാരണവശാലും അനുവദിക്കില്ല. രാസകുങ്കുമ വിൽപ്പന ചോദ്യം ചെയ്തുള്ള കക്ഷി ചേരൽ അപേക്ഷ ഹൈക്കോടതി തള്ളി. തീർത്ഥാടന മേഖലയിൽ രാസകുങ്കുമത്തിന്റെ വിൽപ്പന ഹൈക്കോടതി നിരോധിച്ചതിന് പിന്നാലെയാണ് നിരോധനം ഒഴിവാക്കുവാൻ ഹർജിക്കാർ വീണ്ടും കോടതിയിലെത്തിയത്. വൈറ്റ് കോളർ ഭീകര ശൃംഖല. ഹരിയാന പള്ളി ഇമാം മൌലവി ഇഷ്തിയാഖ് അറസ്റ്റിൽ. വൈറ്റ് കോളർ ഭീകര ശൃംഖല ഹരിയാനയിൽ മതപ്രഭാഷകനെ ജമ്മു കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തു. മേവാത്ത് മേഖലയിൽ നിന്നുള്ള മൌലവി ഇഷ്തിയാഖ് എന്നയാളെയാണ് പിടികൂടിയത്. ചോദ്യം ചെയ്യലിനായി ശ്രീനഗറിലേക്ക് കൊണ്ടുപോയി. ഫരീദാബാദിലെ ഭീകര ശൃംഖലയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നതായി കണ്ടെത്തൽ. ഫരീദാബാദിലെ ധേര കോളനിയിലെ അൽ ഫലാഹ് പള്ളിയിലെ ഇമാമായ ഹഫീസ് മുഹമ്മദ് ഇഷ്തിയാഖാണ് അറസ്റ്റിലായ പുരോഹിതൻ. അൽ ഫലാഹ് സർവകലാശാല പരിസരത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു വീട്ടിലാണ് ഇഷ്തിയാഖ് താമസിച്ചിരുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഒരു പ്രധാന ഭീകരവിരുദ്ധ ഓപ്പറേഷനിൽ 2500 കിലോഗ്രാം അമോണിയം നൈട്രേറ്റ്, പൊട്ടാസ്യം ക്ലോറേറ്റ്, സൾഫർ എന്നിവ അടുത്തിടെ കണ്ടെത്തിയിരുന്നു. ഇഷ്തിയാഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിനായി ശ്രീനഗറിലേക്ക് കൊണ്ടുപോയി. ഫരീദാബാദ് മൊഡ്യൂളിന് പിന്നിലെ ശൃംഖലയെ പോലീസ് കണ്ടെത്തുന്നത് തുടരുന്നതിനാൽ പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹത്തെ ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്യുവാൻ സാധ്യതയുണ്ടെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. നിരോധിത ജെയ്ഷെ മുഹമ്മദ്, അൻസാർ ഗസ്വത് ഉൽ ഹിന്ദ് എന്നിവയുടെ വൈറ്റ് കോളർ ഭീകര ശൃംഖല കണ്ടെത്തുന്നതിനായി നവംബർ 10 ഹരിയാനയിലും ഉത്തർപ്രദേശിലും പോലീസ് നടത്തിയ അന്തർ സംസ്ഥാന റെയ്ഡിലാണ് ഈ അറസ്റ്റ്. ഡൽഹി സ്ഫോടനം. അന്വേഷണ സംഘത്തെ രൂപീകരിച്ച NIA. വൈറ്റ് കോളർ സംഘം ഡൽഹിയിൽ നിന്നും വാങ്ങിയത് 2 കാറുകൾ. ഡൽഹി സ്ഫോടന കേസിൽ അന്വേഷണ സംഘത്തെ രൂപീകരിച്ച NIA 10 അംഗ സംഘത്തെയാണ് രൂപീകരിച്ചത്. NIA ADG വിജയ് സാക്കറെ സംഘത്തെ നയിക്കും. ഡൽഹി, ജമ്മുകാശ്മീർ പോലീസ് കേസ് ഫയൽ NIAയ്ക്ക് കൈമാറും. IG, 2 DIGമാർ, 3 SPമാർ, DYSPമാർ എന്നിവരടങ്ങുന്നതാണ് സംഘം. കേസ് ചർച്ച ചെയ്യുവാൻ NIA DGയും IB മേധാവിയും ഇന്ന് യോഗം ചേരും. അതേസമയം വൈറ്റ് കോളർ സംഘം ഡൽഹിയിൽ നിന്നും 2 കാറുകൾ വാങ്ങിയതായി കണ്ടെത്തി. രണ്ടാമത്തെ കാറിനായി അന്വേഷണം തുടരുന്നു. കാറ് കണ്ടെത്തുവാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. അറസ്റ്റിലായവരുടെയും കസ്റ്റഡിയിലെടുത്തവരുടെയും കോൾ ലോഗുകൾ, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസുകൾ എന്നിവ പരിശോധിക്കുന്നു. വൈറ്റ് കോളർ ഭീകര ശൃംഖലയുമായി ബന്ധപ്പെട്ട് ഹരിയാനയിൽ മതപ്രഭാഷകനെ ജമ്മുകാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തു. മേവാത്ത് മേഖലയിൽ നിന്നുള്ള മൌലവി ഇഷ്തിയാഖ് എന്നയാളെയാണ് പിടികൂടിയത്. ചോദ്യം ചെയ്യലിനായി ശ്രീനഗറിലേക്ക് കൊണ്ടുപോയി. ഫരീദാബാദിലെ ഭീകര ശൃംഖലയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നതായി കണ്ടെത്തൽ. 2500 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ വാടക വീട്ടിലാണ് ഇയാൾ താമസിച്ചിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള. ചോദ്യം ചെയ്യലിന് ഹാജരാകുവാൻ സാവകാശം തേടി A. പത്മകുമാർ. ആരോഗ്യ പ്രശ്നമെന്ന് കത്ത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് ഹാജരാകുവാൻ സാവകാശം തേടി A. പത്മകുമാർ.
വ്യക്തിപരമായ തിരക്കുകളും ആരോഗ്യ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ചാണ് സാവകാശം തേടിയതെന്നാണ് സൂചന. സമ്പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെയാണോ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കം? എ പത്മകുമാറിനെ അധികം വൈകാതെ ചോദ്യം ചെയ്യുവാൻ നീക്കമുണ്ട്. ഹാജരാകുവാൻ ആവശ്യപ്പെട്ട് പത്മകുമാറിന് നോട്ടീസ് നൽകിയെങ്കിലും പത്മകുമാർ സാവകാശം തേടുകയായിരുന്നു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അഴിമതി നിരോധന വകുപ്പുകൾ ചുമത്തി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് പുതിയ വകുപ്പ് ചുമത്തിയത്. ഈ സാഹചര്യത്തിൽ കേസ് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് മാറ്റും. കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മുരാരി ബാബു സമർപ്പിച്ച ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് റാന്നി കോടതി മാറ്റിവെച്ചു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ചേട്ടൻ ചെന്നൈയിലേക്കോ? രാജസ്ഥാൻ CSK താരക്കൈമാറ്റ കരാറിൽ ഇന്ന് ധാരണയാകും. സഞ്ജു സാംസന്റെ ചെന്നൈ സൂപ്പർ കിങ്സിലേക്കുള്ള കൂടുമാറ്റത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. രാജസ്ഥാൻ റോയൽസുമായുള്ള CSKയുടെ താരക്കൈമാറ്റ കരാറിൽ ഇന്ന് ധാരണയാകും എന്നാണ് റിപ്പോർട്ടുകൾ. ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെയും വെങ്കടേഷ് അയ്യരെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റിലീസ് ചെയ്തേക്കുമെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജു സാംസനെ ട്രേഡിലൂടെ സ്വന്തമാക്കുവാനാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ശ്രമം. രവീന്ദ്ര ജഡേജയെയും സാംകറിനെയും പകരം നൽകിയാണ് സഞ്ജുവിനെ ചെപ്പോക്കിലെത്തിക്കാനുള്ള ചെന്നൈ ശ്രമം. കൂടുതൽ പണം വേണമെന്ന സാംകറിന്റെ ആവശ്യവും ടീമിലെ ഏത് വിദേശ താരത്തെ ഒഴിവാക്കണമെന്ന രാജസ്ഥാൻ റോയൽസിന്റെ ആശയക്കുഴപ്പവുമാണ് കരാറിൽ തീരുമാനമാവാത്തതിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ. ഈ ലോകകപ്പോടെ കളി നിർത്തുമെന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ. 2026 അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിൽ നടക്കുന്ന ഫിഫ ലോകകപ്പ് തന്റെ അന്താരാഷ്ട്ര കരിയറിന്റെ അവസാന അധ്യായമായിരിക്കുമെന്ന് തുറന്നു പറഞ്ഞ പോർച്ചുഗൽ സൂപ്പർ സ്ട്രൈക്കർ ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞ ദിവസം സൌദി ഫോറത്തിൽ വീഡിയോ വഴി സംസാരിച്ച താരം പ്രൊഫഷണൽ രംഗത്ത് നിന്നും റിട്ടയർ ചെയ്യുവാനുള്ള തീരുമാനം തുറന്നു പറയുകയായിരുന്നു. നിലവിൽ 40-കാരനായ റൊണാൾഡോ പ്രായം ഒടുവിൽ തന്റെ വിടവാങ്ങൽ നിർദ്ദേശിക്കുമെന്ന് തുറന്നു പറയുകയായിരുന്നു. എനിക്ക് 41 വയസ്സ് തികയാൻ പോകുന്നു. പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ അടുത്ത 1-2 വർഷത്തിനുള്ളിൽ സംഭവിക്കും. കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ ഞാൻ ഫുട്ബോളിനായി എല്ലാം നൽകി. തീർച്ചയായും 2026 എന്റെ അവസാന ലോകകപ്പായിരിക്കും. ആ നിമിഷം ഞാൻ ശരിക്കും ആസ്വദിക്കുന്നു, റൊണാൾഡോ പറഞ്ഞു. നിലവിൽ ലോകകപ്പിനായുള്ള യൂറോപ്യൻ യോഗ്യതാ മത്സരത്തിൽ ഈ മാസം 14 ഗ്രൂപ്പ് Fൽ പോർച്ചുഗലും റിപ്പബ്ലിക് ഓഫ് അയർലൻഡും ഏറ്റുമുട്ടുകയാണ്. വിജയത്തോടെ ലോകകപ്പിനായുള്ള ബർത്ത് ഉറപ്പിക്കുവാൻ പോർച്ചുഗലിനായേക്കും. എന്നാൽ ഈ മത്സരത്തിൽ റൊണാൾഡോ കളത്തിലിറങ്ങുകയാണെങ്കിൽ ലോകകപ്പിൽ റൊണാൾഡോ കളിക്കുമെന്ന് ഉറപ്പിക്കാനാകും. അതേസമയം ക്ലബിലും ദേശീയ ജേഴ്സിയിലും തിളങ്ങിക്കൊണ്ടിരിക്കുന്ന താരത്തിന് 950-ലധികം ഗോളുകൾ ഉൾപ്പെടെ തിളക്കമുള്ള കരിയർ ഉണ്ടായിട്ടും ലോകകപ്പിൽ മുത്തമിടുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ ലോകകപ്പ് അതിനുള്ള അന്തിമ അവസരം കൂടിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഒരുക്കുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.